പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പോലീസ് നിഷ്ക്രിയമാകാൻ കാരണം പിണറായി വിജയന്റെ ഇടപെടലാണ്. കണ്ണൂരിനെക്കുറിച്ച് താൻ പറഞ്ഞത് വളച്ചൊടിച്ചു, തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ടെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, SFIയുടേതായിക്കോട്ടെ, സർക്കാരിൻ്റെതായിക്കോട്ടെ, CPMൻ്റെതായിക്കോട്ടെ, മുഖ്യമന്ത്രിയുടേതായിക്കോട്ടെ, ആരുടെ ധാർഷ്ട്യത്തിനു മുന്നിലും താൻ വഴങ്ങില്ല, നെഞ്ചുറപ്പോടുകൂടെ മുന്നോട്ട് പോകും എന്ന് തന്നെയല്ലേ ഗവർണർ വ്യക്തമാക്കുന്നത്? അത് രജനി കൃത്യമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും മുഖ്യമന്ത്രിയുടെയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാവർക്കുമുള്ള മറുപടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. കാരണം അദ്ദേഹം കണ്ണൂരിനെ കുറിച്ച് ഒരു പരാമർശം നടത്തുകയുണ്ടായി. അത് തെറ്റായ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ടാണ് പലരും അതിനെ വ്യാഖ്യാനിച്ചത്. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് കേരളത്തിലുള്ളത് ഒരു മികച്ച പോലീസ് സംവിധാനമാണ്. അതുപോലെ എന്നാൽ അവരെ അതായത് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. അതിന് സർക്കാർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ തനിക്ക് പോലീസ് സുരക്ഷ ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചും അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്കെല്ലാം തന്നെ എണ്ണി അദ്ദേഹം മറുപടി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. അതായത് മുഖ്യമന്ത്രിയുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ, ജനങ്ങൾക്കറിയാമോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അതുപോലെ തന്നെ കണ്ണൂരിലെ എത്ര കൊലപാതകങ്ങൾക്ക് മുഖ്യമന്ത്രി പങ്കുണ്ടാകുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതായത് തന്നെ വിമർശിക്കുന്ന ഈ ഒരു മുഖ്യമന്ത്രിയുടെ ചരിത്രം തികഞ്ഞാൽ അദ്ദേഹം ഒരു ക്രിമിനൽ ആണ് എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇത്തരം ചോദ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നിരുന്നാലും എല്ലാ വിമർശനങ്ങൾക്കും അദ്ദേഹം ഇത്തരത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. പേടിച്ചോടാനോ അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കൃത്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. സോണൽ, ഇത് രണ്ടാം തവണയാണ് ഗവർണർ ഈ ക്യാമ്പസ് റോഡിൽ ഇറങ്ങുന്നത്. ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് കണ്ടതാണ് ക്യാമ്പസ് റോഡിൽ ഇറങ്ങി ഈ ബാനറുകളൊക്കെ തന്നെ അഴിപ്പിക്കാനുള്ള നിർദ്ദേശം പോലീസിന് നൽകുന്നത്. ഇന്ന് പുറത്തിറങ്ങിയപ്പോഴും വീണ്ടും ഗവർണർ പറയുന്നത് താൻ ആരെയും പേടിക്കില്ല. അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, SFIക്കാരായിക്കോട്ടെ, ആരോടും തനിക്ക് പേടിയില്ല, തനിക്ക് ആരെയും പേടിയില്ല. ഒപ്പം ഈ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്ന് നേരത്തെ SFI പ്രവർത്തകരടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരെയും പേടിക്കാനുള്ളത്. അവർക്കുള്ളൊരു മറുപടി കൂടെയാണ് ഇന്ന് ഗവർണർ കൊടുത്തത്. തനിക്ക് പോലീസിൻ്റെ സുരക്ഷയൊന്നും ആവശ്യമില്ല, താൻ ഇതിനു മുൻപും ഇത്തരത്തിൽ റോഡിൽ കൂടെ നടന്നു പോയിട്ടുള്ള ആളാണ്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് തനിക്ക് പോലീസിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അത്രയും ധൈര്യമായിട്ട് പറയുവാൻ കേരളത്തിലെ ഒരു ഗവർണർക്കും കഴിഞ്ഞിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം വീണ്ടും വെല്ലുവിളിക്കുക തന്നെയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയും ഒപ്പം SFI പ്രവർത്തകരെയും. അത് രജനി പ്രധാനമായി പറയേണ്ടത് SFIR ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആരോപണം പോലീസ് വലയത്തിൽ നിന്നുകൊണ്ട് ഗവർണർ സഞ്ചരിക്കുന്നു, ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് SFI ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഗവർണറെ കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും കാലുകുത്തിക്കില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഗവർണർ ക്യാമ്പസിലെത്തിയപ്പോൾ അടുത്തതായി അവർ ഉന്നയിക്കുന്ന ആരോപണം വലിയ പോലീസ് സന്നാഹത്തിന്റെ നടുവിലൂടെയാണ് അദ്ദേഹം നടക്കുന്നത്, അത്തരത്തിൽ മാത്രമേ ഗവർണർക്ക് പുറത്തിറങ്ങാൻ കഴിയൂ എന്നുള്ളതാണ് SFI ആരോപിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. എന്നാൽ ഇതിന് മറുപടിയായി തന്നെയാണ് തനിക്ക് യാതൊരു പോലീസ് സുരക്ഷയുടെയും സംവിധാനത്തിന്റെയും ആവശ്യമില്ല, താൻ കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്നു, അവർ തിരിച്ചും എന്നെ സ്നേഹിക്കുന്നുണ്ട്, തനിക്ക് ഒരു സുരക്ഷയുടെയും ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് SFI ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. അത്തരം ആരോപണങ്ങൾ, ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങളെല്ലാം തന്നെ പാടെ തള്ളിക്കൊണ്ട് താൻ പോകേണ്ടിടത്ത് താൻ പോവുക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് പ്രധാനമായി പറയേണ്ടത് സെനറ്റ് മെമ്പർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി തവണ SFI ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിലെ കലാലയങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു നീക്കമാണ് ഗവർണർ നടത്തുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ SFIയും അതുപോലെ തന്നെ കേരള സർക്കാരും അതുപോലെ തന്നെ പല മന്ത്രിമാരടക്കം ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇതിനും അദ്ദേഹം മറുപടി പറഞ്ഞു. CPMകാരെയാണ് സെനറ്റിലേക്ക് നിർദ്ദേശിച്ചതെങ്കിൽ ഇത്തരം പ്രതികരണം ഇവരുടെ പക്കൽ നിന്ന് വരുമോ എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതായത് വർഷങ്ങളായി ഇത്തരത്തിൽ CPMന്റെ ആധിപത്യം പുലർത്തുന്ന ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറി ഒരു സാഹചര്യം
മാറുന്ന ഒരു കാര്യം വന്നപ്പോൾ ഇത്തരത്തിൽ പ്രതികരണം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്നാൽ അതിന് പലതരത്തിലുള്ള ആരോപണം CPM ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നു, പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനെല്ലാം തന്നെ കൃത്യമായി കൊണ്ട് മറുപടി പറയുന്ന ഒരു സാഹചര്യമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ കണ്ണൂരിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം ഈ CPM പ്രവർത്തകർ ഒന്നടങ്കം ഗവർണറെ ആക്രമിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി, കണ്ണൂരിനെ കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് ഇവർ ചെയ്തത്, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ. ഒപ്പം പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നതിന് പിന്നിലും ഇടപെടുന്നത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണെന്നാണ്. അതേ രജനി, പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് കണ്ണൂർ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ആദ്യഘട്ടത്തിൽ വളച്ചൊടിക്കുകയാണ് കേരളത്തിലെ CPM പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും ചെയ്തിരുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അടക്കം ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നാൽ അദ്ദേഹം അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് എന്താണോ താൻ പറഞ്ഞത് അത് കൃത്യമായിട്ടാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയത്. അതായത് ഇവിടെ പൊളിയുന്നത് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകളും മന്ത്രിമാരുടെ പൊള്ളയായിട്ടുള്ള ആരോപണങ്ങളുമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഗവർണർക്കെതിരെ ഏതൊക്കെ തരത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളും നടത്താവൂ, അത് മാത്രമാണ് കേരളത്തിലെ മന്ത്രിമാരും SFIയും ഈ DYFI അടക്കമുള്ള സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായ കാര്യം അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു, കൃത്യമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ. കാരണം തനിക്കൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, എല്ലാം വ്യക്തമായി തന്നെ തുറന്നു പറയുന്ന സാഹചര്യം അത് തന്നെയാണ് ഗവർണറെ സംബന്ധിച്ച് മറ്റ് ഗവർണർമാരിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരിൽ അല്ലെങ്കിൽ ഈ നേതൃത്വത്തിലുള്ളവരിൽ നിന്നെല്ലാം തന്നെ മാറി അല്ലെങ്കിൽ മാറ്റി ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിലേക്ക് ഗവർണറെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. എന്തും പറയാനും ചെയ്യാനുമുള്ള അവകാശം ഇടത് പ്രവർത്തകർക്ക് മാത്രമല്ല, CPM പ്രവർത്തകർക്ക് മാത്രമല്ല ഉള്ളത് എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ടുകൊണ്ട് പറയുകയാണ് ഗവർണർ. അതെ രജനെ, തുടർച്ചയായി തന്നെ അദ്ദേഹം കൃത്യമായി പറയാണ്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമുക്കറിയാം ഈ സെനറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട ഇത്തരം CPM-ന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം ഇതിന്മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തീരുമാനങ്ങളും ഒരു ഇടതുപക്ഷ ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു, കേരള ക്യാമ്പസുകളിലുണ്ടായിരുന്നു, കേരള ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ പൊളിച്ചടക്കുന്ന ഒരു നിലപാടാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നത്. അത്തരം നിലപാട് വരുമ്പോഴാണ് ഇത്തരത്തിൽ രോക്ഷാകുലനായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിക്കുന്നത്, CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുന്നു, സർക്കാർ പ്രതികരിക്കുന്നു, വിവിധ മന്ത്രിമാർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നു. അതായത് ഇടതുപക്ഷത്തിന്റെ പക്കൽ നിന്ന് മൊത്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇതിന്മേൽ അടിച്ചേൽപ്പിക്കുന്നു, വിദ്യാർത്ഥി സംഘടനയെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നു. തുടർച്ചയായിട്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രിയും കേരളത്തിലെ സർക്കാരും CPM എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടിയുമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അവരുടെ ഒരു ആധിപത്യം ഇതിന്മേൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അതെല്ലാം തന്നെയാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക്. കാരണം കാലങ്ങളായി പല വിഷയത്തിലും നമുക്കറിയാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പൊള്ളയായിട്ടുള്ള രാഷ്ട്രീയവും മാത്രമാണ് എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നു, അതിനെതിരെ നടപടി വരുന്നു, ഗവർണർ കൃത്യമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗവർണറെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അറ്റാക്ക് നടത്തുന്നത് CPM-ന്റെ ഭാഗത്തു നിന്നും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും മന്ത്രിമാരടക്കമുള്ളവർ ഗവർണർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഒറ്റ തിരിഞ്ഞുള്ള ഒരു ആക്രമണം നടക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അത്തരം ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഗവർണർ തന്നെ രംഗത്തിറങ്ങി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കുന്നു. കാരണം വിമർശനങ്ങളും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും എല്ലാം തന്നെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് മാത്രമാണ് എന്താണോ ശരി അത് മാത്രമാണ് താൻ പറയുന്നത് എന്നുള്ളതാണ് ഗവർണർ അടക്കം പറയുന്നത്. അദ്ദേഹം കൃത്യമായി ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിലെത്തി വന്നുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നു. താൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി അടക്കം നടത്തുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം. ഇപ്പോൾ ഗവർണർ എവിടെയാണുള്ളത്? പുറത്തേക്ക് പോയോ അതോ ക്യാമ്പസിനുള്ളിൽ തന്നെയാണോ? രജനി, ക്യാമ്പസിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയിട്ടുണ്ട്. കോഴിക്കോട് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് മാനാഞ്ചിറയിലേക്കാണ് പോയത് എന്നാണ് സൂചന. നമ്മുടെ സഹപ്രവർത്തകരെ ഗവർണറുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വാഹനത്തോടൊപ്പം നമ്മുടെ സഹപ്രവർത്തകരും യാത്ര ചെയ്യുന്നുണ്ട്. കോഴിക്കോട് മാനാഞ്ചിറയിലേക്കാണ് പോയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അദ്ദേഹം എന്തായാലും പോലീസ് സുരക്ഷ തനിക്ക് വേണ്ട എന്നുള്ള ആവശ്യവും തന്റെ ഈ യാത്രയിൽ പ്രധാനമായി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളെ താൻ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജനങ്ങളും തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് ഗവർണർ ഇറങ്ങി കോഴിക്കോട് മാനാഞ്ചിറയിലേക്കാണ് പോയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും ഭീഷണിപ്പെടുത്തലും വിരട്ടലും ഒന്നും വേണ്ട എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുക തന്നെയാണ് ഗവർണർ. രണ്ടാം വട്ടവും ക്യാമ്പസിന് റോഡിലിറങ്ങിയാണ് ഗവർണർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്, തുറന്നടിച്ചിരിക്കുന്നതും. സോണലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.